Oh, yeah, got him, boy. Oh! ഇപ്പം ആണെങ്കിൽ അടുക്കെത്തി പക്ഷെ ആണെങ്കിൽ ബ്ലാക്ക് അല്ല, പക്ഷെ ഇത് ഈ ലെവലുള്ളൂ. ഇച്ചിരി കൂടെ ആക്കി അല്ലല്ല അത് സൈറ്റിങ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് അടിയാണ്. ഇത്ര നല്ലതായിട്ട് പറ്റാത്തൊരു കാര്യം. നമ്മൾ തോക്കിന്റെ സൈറ്റിങ് ചെയ്ത് പഠിക്കണം കേട്ടാ. രാജേട്ടന്റെ തോക്ക് കൂടെ ഇല്ലാത്ത കാരണം പാപ്പന്റെ തോക്കിൽ വെടിവെച്ച് പഠിക്കുക രാജേട്ടൻ. പാപ്പ എല്ലാം നീ ചോദിച്ചു മനസ്സിലാക്കണില്ലേ? രാജേട്ടനെ കിട്ടിയ സമയത്ത് കൂടുതൽ അറിവുകൾ നേടുക എന്നുള്ളൂ, വിജ്ഞാനപ്രദമാക്കുക എന്നുള്ളൂ. നീ എന്റെ കൂടെ എന്തോരം നടന്നടാ, എന്നിട്ട് നിനക്ക് ഇത്ര അറിവ് കിട്ടിയത് പോരെ? നീ UK ആളെന്നെ ഇറക്കിയിട്ട് അറിവ് നീ ഇത് എന്നെ ഇരുത്തി പറഞ്ഞ പോലെ ആയിട്ടാ. നായാട്ടിലെ പെരുന്തച്ചനല്ലേ രാജേട്ടൻ? ഉളിണ്ടാ രാജേട്ടൻ്റെ ഉളിണ്ടാ? ഉളിണ്ടോ രാജേട്ടാ? രാജേട്ടന് കണ്ട ശ്രദ്ധ കണ്ട അർജുനന്റെ പോലെയാ ഇവന്റെ ശ്രദ്ധ. എന്തീ നോക്കണ്? ഫ്രണ്ടില് ഞാനാ നിക്കണ്. നമുക്ക് കുഞ്ഞില്ലാത്ത എവിടെയോ പോയിട്ടുള്ളൂ. മറ്റേ മാറണ്ട രാജേട്ടാ, ക്ലോസ് അല്ല അവിടെ തന്നെ അപ്പൊ ഇങ്ങോട്ട് മാറാം. ശക്കല മൈന്യൂട്ട് അതാ ഒരു ബുള്ളറ്റിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കുന്നു. പിൻ കറക്റ്റ് ഇനിയിപ്പോ ലെഫ്റ്റിലേക്ക് വേണം. അപ്പഴേ നമുക്ക് ഈ മൂരിയോട് കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിക്കാൻ പറഞ്ഞല്ലോ. ഈ കഷ്ടപ്പെടാണ്ട് മൂരികൾ തന്നെ സ്വയം എന്തോരം കഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് സിനിമയുടെ പോലെ തോക്കുകളൊക്കെ ഭിത്തിയിൽ കുറെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട്. തോക്കെല്ലാം പൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളെ പോലുള്ള വല്ല പൊട്ടന്മാരും വന്നിട്ട് വെള്ളം അടിച്ചിട്ട് തോക്കം കണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നിയാലോ? നമുക്ക് ഈ തോക്ക് കാണുമ്പോൾ വെടിവെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അന്തമാരി ആളില്ല. അല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എടാ ഇത് വെടി പൊട്ടുവാ? എടാ നീ ഇങ്ങനെ രാജേട്ടന് സ്കില്ലുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയില്ലേ? അപ്പൊ നിന്റെ സ്കില്ല് ഇത്രയും കാലമുള്ളത് വെറുതെ പൊട്ടയെന്ന് വിചാരിക്കും. നീ 10 മിനിറ്റ് കുറച്ച് പറ. രാജേട്ടൻ ഉള്ളപ്പോ നമുക്ക് കൂടുതൽ പറയാം. വരുന്നുണ്ട് പുള്ളി വരുന്നുണ്ട്. കറക്റ്റാണോ? ഇതാണ് രാജേട്ടൻ. ഞാൻ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ പറയണ്ട എന്ന് വിചാരിക്കുന്നു. രാജേട്ടനെ എല്ലാവരും അറിയും. കേരളത്തില് ആനേനെ മുതൽ ഹിപ്പോട്ടാംസിനെ വരെ വെടിവെച്ചിട്ടുള്ള രാജേട്ടൻ അല്ലേ ചേട്ടാ? നമ്മൾ ആദ്യമായിട്ടില്ല മീറ്റിന്. പുലിയെ വെടിവെച്ചിട്ടുള്ള പുലിയാണ് പുലി. ഇടയ്ക്കിടയ്ക്ക് ഓർക്ക് പറയട്ടാ. ഇവനറിയോ നിങ്ങളെല്ലാരും? നിന്നറിയോന്ന് ചോദിക്കുന്നു. ഇത്തവണത്തെ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാൻ പറ. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുണ്ട്, റോർ സീസൺ ആണ്, സ്റ്റാഗിന് അടിക്കണം, പിന്നെ കുറച്ച് മാനുവൽ അടിക്കണം, പിന്നെ ബുള്ളാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം ഇവിടുന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിഗ് ഗെയിമാണ്, ആഫ്രിക്കൻ കളികളാണ് തന്നെ. ആദ്യം നീ ഒരു ചെറിയ വെടി വെക്കേ. ഹണ്ടിന് വന്നിട്ട് ആദ്യം തന്നെ അടിയണോ? തണുപ്പായി ഇത്ര നേരം അവിടെ പുറത്തുനിന്നേ. തണുത്ത അടിക്കണം, ചൂടാക്കണ്ടേ? ഓ എന്ത്? ഓ ചെറുത് മതി. ബാക്കി രാത്രി അടിക്കാലോ. എടാ ഞാൻ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കില്ല ഏട്ടാ. ഞാൻ പ്ലാസ്റ്റിക് എനിക്ക് ഞാൻ തറവാടിയാ. നമ്മളപ്പോ വൺസ് കേട്ടാ പാപ്പൻ, രാജേട്ടൻ, പോൾവിൻ, അപ്പുറാസ് ആൻഡ് മൈസെൽഫ് റെഡി പുപ്പാ. ചേട്ടാ ഇവിടുന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോ എന്താ തോന്നുന്നു? കിടുക്ക സ്ഥലല്ലേ? അടിപൊളി ലൊക്കേഷൻ. ഇതുവരെ നിങ്ങൾ പോയ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? നല്ലതാ പൊട്ടേ ആവറേജാ ബെസ്റ്റാ? ബെസ്റ്റ് എക്സ്പീരിയൻസ്. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. വെടിവെക്കാൻ കാശ് വേണമെന്നുണ്ടല്ലോ. അങ്ങനെയാണ് അംബാനി ഇതുവരെ വെടിച്ചിട്ടില്ലല്ലോ. അംബാനി നാട്ടിലല്ലേ വെടിവെച്ചിട്ടുള്ളൂ. ഇവിടെ എന്തിരുന്ന് കഴിക്കണേന്നറിയോ പാപ്പൻ? ഇവര് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ടുള്ള ബുള്ളിന്റെ ഇറച്ചിയും കപ്പയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ. ഭയങ്കര ടേസ്റ്റ്. അത് കാട്ടുമൂരിയുടെ വ്യത്യാസം അല്ലേ? അടിപൊളിയല്ലേ?
പിന്നെ മൂരി ഇഷ്ടംപോലെ അല്ല ഈ ന്യൂസിലാൻഡ് കാട്ടുമൂരി ആദ്യമായിട്ട് കഴിക്കണം. പിന്നെ ഞാനത് മിക്സ് ചെയ്തത് അവനുണ്ടായ ഗുണം ഭയങ്കര കാറ്റാണല്ലോ. ഇന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടിക്കാൻ മാത്രമേ അതെനിക്ക് തോന്നിയായിരുന്നു, ഇത് തുടങ്ങിയപ്പോ എനിക്ക് തോന്നിയായിരുന്നു ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അടിക്കും. ആൽക്കഹോളിക് വെതറാ. ആൽക്കഹോളിക് വെതർ ആണോ? ഭയങ്കര ഞാൻ നോക്കിയേ, എനിക്ക് പക്ഷെ നല്ല സങ്കടം കേട്ടോ പുരുഷോ, എനിക്ക് വിഷമമായിട്ട് ചേട്ടാ. ഞാൻ നല്ല വെതർ ചേട്ടാ അള്ളി സാപ്പിടുങ്ക ആണ് സെറ്റ്. തിന്നാ കുടിക്കാൻ ആ ലൈഫിൽ ഒരു ജീവിതമേ ഉള്ളൂ. ഇപ്പം സമയം ഉച്ച 3 മണി, ഒന്നും നടന്നിട്ടില്ലേ. പടു ശോകമാണ്. ശോകം എന്നൊക്കെ പറഞ്ഞാൽ ശോകത്തിൻ്റെ മാക്സിമം. നമ്മൾ താഴെയുള്ള ബക്ക്മെൻസില്ലേ നമ്മൾ സാധാരണ പോയി കാണിക്കാറില്ലേ, അവിടേക്ക് ഇതേ ഞാൻ, പാപ്പൻ, നമ്മുടെ രാജേട്ടൻ എല്ലാവരും കൂടി ഇവിടെ നടന്ന് പോവാണ് കേട്ടോ. 8 കിലോമീറ്റർ. അതെ, ഇവിടുന്ന് 8 കിലോമീറ്റർ. ഇത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. എന്തൊരു മഴ നോക്കിയാൽ ഒരു രക്ഷയില്ലട്ടോ. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ശോകം, വണ്ടി എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡ് വരെ കേടായി തകർന്ന് തരിപ്പണായി കിടക്കണം. താഴെ നമ്മൾ പോണ വഴിക്ക് എല്ലാം ശരിയാക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് അടിച്ചിട്ട് താഴത്തേക്ക് പോകുള്ളൂ കേട്ടോ. നമുക്കിന്ന് കഴിക്കാനുള്ള മിനിമം ഫുഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 കിലോമീറ്റർ കഴിഞ്ഞോട്ടാ. ദേ പാപ്പന അവരൊക്കെ ആ സൈഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. ട്രാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാള കൂട്ടിയ കണ്ടം മൂലിയ കിടക്കണേ കണ്ട. ഷൂ ഒക്കെ നോക്കിയേ. രാജേട്ടൻ കഥയൊക്കെ പറയുന്നുണ്ട് വള്ളിച്ചേർപ്പിൻ്റെ. എൻ്റെ ക്യാമറ കേടായതാണോ എന്താണോന്നും ഐഡിയില്ല. ഫുള്ള് മഴയത്താണ്. എന്താണെങ്കിലും മഴയത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെ ചാടി താർത്തിയുണ്ട്. എനിക്ക് തോക്കൊണ്ട് കുത്തിയിട്ട് നടക്കണം. കാല് എൻ്റെ പൊന്ന്. Like $1,000 we would be taken. We are happy to take the helicopter. But 1,600. Oh, just. Be okay, no problem. Be okay, no problem. You go. എടാ ഇനി ബേളം വെക്കല്ലേ കേട്ടോ, ഇനി മിണ്ടല്ലേ. മഴയ്ക്കൊരു ശാന്തതയില്ല കേട്ടോ. നല്ല അടുത്ത് കുറേ മാനി ആടിനെയൊക്കെ കണ്ടു. രാജേട്ടൻ അടിക്കണമെന്നും പറഞ്ഞിട്ടാണ് നടക്കണേ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബക്ക്മെൻസിലെത്തുക. അതിനേക്കാളും മുന്നേ മൂരിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടിക്കാൻ പ്ലാനുള്ളൂ. അപ്പുരാജ് അവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അവരുടെ വണ്ടിയിൽ കുറച്ചും കൂടി ലോഡ് കൂടുതലുണ്ട്. അപ്പോൾ വണ്ടിയല്ല, കാൽവണ്ടി. കാൽവണ്ടി ബാക്കിൽ. അപ്പോൾ ഒന്ന് ബെസ്റ്റായിട്ട് തെന്നി വീണു. അവനിപ്പോൾ ഒരു വടി കൊത്തി പിടിച്ചിട്ടാണ് വരണേ. ഒരു 100 അടി ബാക്കിലാണ് ഉള്ളത്. ഇതിൽ പറഞ്ഞേക്കുന്നതാണ് 5 നായകൾ പറഞ്ഞേക്കുന്നതാണ്. ആണ് ബ്യൂട്ടി. നമ്മൾ 3 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ. എത്ര? 3 കിലോമീറ്റർ. ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ. ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ. ഈ ബാക്ക് പാക്കിൻ്റെ കനമാണ്. കള്ളാണ് വണ്ടി. ഇതിൽ ബാക്കിൽ 3 കൂടുതലായി ആയിട്ടുള്ളൂ. ഒരു ആട്, നിറച്ചാട് കൊടുക്കട്ടെ പറഞ്ഞു. ഒരാടുകളാവും ഇവരുടെ. നല്ല രസമുണ്ടല്ലേ ചേട്ടാ കാണാൻ. വെടിവെക്കില്ലേട്ടാ ചേട്ടാ. അതിൻ്റെ ബാക്കിൽ ബുള്ളുണ്ടാവും. ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുതട്ടാ. ഡോണ്ട്. നല്ല പാങ്ങനെ ആട് നിൽക്കുന്നത്. അച്ഛനെ വെടിവെക്കില്ലേട്ടാ, അപ്പുറത്ത് ബുള്ളുണ്ട്. ഡോണ്ട്. പൊട്ടൻ ചേട്ടാ അടിക്കില്ലേട്ടാ. ചേച്ചാ അടിക്കില്ലേ. ചേട്ടാ അടുത്ത് ചേട്ടാ ബുൾ. അവനെ സ്പൂക്കിയല്ലേ. ചേട്ടൻ്റെ വികാരം എനിക്ക് മനസ്സിലായി. ഇപ്പം ഷൂട്ട് ചെയ്ത പണി പാടും ചേട്ടാ.
അവറ്റങ്ങൾ ഞെട്ടി ഓടിയാലും പണിയാ. Wind is going that way. So we have to. Wind is very good because it's going that way. So it's all good. It's going away from us. നമ്മൾ കണ്ടു ബഗ്മെൻസിൻ്റെ അടുത്തെത്താണ് ഇപ്പം. Did you see them? Fucking the wind going there. Where? We wait here. We wait over. Oh yeah, I can see. എടാ ഇപ്പം പൊട്ടിക്കണ്ടേട്ടാ. അവിടെ നിൽക്കണ്ട്. ബാഗ് ഇവിടെ വെച്ചിട്ട് പോകണം. അടിക്കുന്നില്ല കേട്ടോ. അടിക്കണം. നമുക്ക് പതുക്കെ പോവാം. അവരങ്ങോട്ട് കയറിക്കോട്ടെ. നാളെ ഇറങ്ങി വരും. ആ ഒന്നും ചെയ്യണ്ട. ആ പക്ഷെ ഇപ്പം അവർ ഇനി ഫീഡ് ചെയ്യില്ല. അവിടെ ഉണ്ടായിരുന്നുണ്ട് ഒരു ബിഗ് പാച്ച് ഉണ്ടായിരുന്നു. അവർ റൈറ്റിലേക്ക് മാറിപ്പോയി. നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ ബഗ്മെൻസിലെത്തിയിട്ടാ. അടിപൊളി. വെരി ടയർഡ്. പുലർച്ചെ 1:30 രാജാട്ടൻ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് 4 ബുള്ളിനെ കണ്ടെത്തിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇപ്പം അടിക്കണം പുള്ളി. ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ബുള്ളാണോ പശുവാണോ എന്നൊന്നും അറിയില്ല. അവറ്റങ്ങൾ സാധാരണ ഗതിയിൽ എങ്ങോട്ടും പോകില്ല. ഇവിടെ ഇരിക്കും. നമുക്കറിയാം അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതാണ്. രാവിലെ എണീറ്റിട്ട് ഗ്രേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അടിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷേ രാജചേട്ടൻ അസ്വസ്ഥനാണ്. പിന്നെ നമുക്ക് നിന്ന് തരൊന്നുമില്ല. നേരം എടുത്തുട്ടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ടിട്ടുള്ള ബുൾസ് എല്ലാം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ലൈറ്റ് അടിച്ചു. കുറച്ച് അല്ലറ ചില്ലറ പേകളെല്ലാം കൂടെ ഡോറടക്കുന്ന സൗണ്ട് എല്ലാം കൂടി അവറ്റങ്ങളെ കൂടെ മൂവ് ചെയ്തിട്ടുണ്ട്. പേടിച്ചോടിയിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് മുറ്റത്തേക്ക് നോക്കുമ്പോൾ കാണാനില്ല. രാവിലെ ഒന്ന് പോയി നോക്കിയപ്പോൾ വിചാരിച്ചിട്ടാണ്. ഇല്ല ചിന്ത രാവിലെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എല്ലാം പോയി. Let's see. We're just go down the track, see if something's there. എന്താണെങ്കിലും ഇന്ന് അടിക്കുന്നതാണ് അപ്പച്ചൻ പറയണത്. പാപ്പാ സമയം കളയണ്ട, പോയിക്കാം. അടിച്ചിട്ടുള്ള വരവുള്ളൂ കേട്ടോ. Good stay. Good one. അടിക്കണം.
We'll go after Bullway. ബുള്ളി സമയം കളയണ്ട. അടിപൊളിയായിരുന്നല്ലോ നല്ല സ്റ്റേക്കായിരുന്നു. ഇവിടെ കണ്ടിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റേക്കായിരുന്നു. പക്ഷെ നമുക്ക് അതിനെ നോക്കിയിട്ട് ഇനി അധികം സമയം കളയാൻ താല്പര്യമില്ല. രാവിലെ തന്നെ ബുള്ളിനെ കണ്ടതാണ്. അതാണ് നമ്മുടെ പ്രൈം ഉദ്യമം. ആദ്യത്തെ ഷോട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പൊട്ടയ്ക്കായിരുന്നു. കറക്റ്റ് പുല്ല് വന്നിട്ട് പുള്ളിയുടെ ഇത് ഇതായിരുന്നു. നാച്ചോണേ നമ്മളെല്ലാ പുള്ളും അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തു. Don't you want to shoot? നമ്മുടെ പുഴ താണ്ടിയിട്ട് എല്ലാം അങ്ങോട്ടേക്ക് പോയി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ പുഴയുടെ അപ്പുറത്ത് വലിയൊരു മുരിയുന്നുണ്ട് കേട്ടോ. It's the same calves that were here before. Yeah. They're not spooked, they're just going. But that's not the same group. നമുക്ക് വേറെ കഴിക്കാനൊന്നുമില്ല. ഒരു ഗോട്ടിനെ അടിച്ചിട്ട് കുറച്ച് ബോയിലപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് ഇതേ ചീര, നമ്മുടെ വാട്ടർ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ കാട്ടിയിട്ടില്ലേ, അതാണ് കേട്ടോ ഇവിടെ നിറച്ചിട്ടുണ്ട്. ഇതേ ബുള്ളിനെ നോക്കിയിട്ട് നമ്മൾ പോകുന്ന ഒന്നും കിട്ടിയില്ല. ലഞ്ചിന് ഇവിടെ കഴിക്കാനോ ഒന്നുമില്ല. അത് കാരണം ഇവിടെ കുറച്ച് മീൻസ് ഉണ്ട്. പക്ഷെ നമുക്കിന്ന് വൈകുന്നേരം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്കിത് ഇവിടെ 3 ബോട്ട് നിൽപ്പുണ്ട് ഒരു ക്ലിഫിൻ്റെ സൈഡിൽ. അതിനടിക്കാൻ പോകട്ടെ. രാജാട്ടിൻ്റെ കൂടി ഇരുന്നുണ്ട് കണ്ട ഫ്രണ്ടിൽ നിന്ന് അടിച്ചോട്ടോ, കാരണം കട്ട് കൂട്ടാതെ അത് കണ്ട അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കണ്ട. അത് വീണ് കാണാൻ നല്ല രസമുണ്ടാവും താഴത്തേക്ക്. ഇങ്ങോട്ട് വീണുള്ളൂ. 7 ഷോട്ടായി. നമ്മളെങ്ങനെ അപ്പുറത്തേക്ക് പോഞ്ചടേ? അല്ലല്ല ഇതിനെ പോകാൻ വഴിയുണ്ട്. ഇതിനെ പോകാൻ ഞാൻ നോക്കി. അല്ലല്ല പുഴയ്ക്ക് ഈ വഴിക്ക് പോവാം. ഈ വഴി കൂടെ ഇറങ്ങാം. അങ്ങോട്ടും ഇങ്ങോട്ട് പിന്നിട്ട് വരും മനുഷ്യർ. വെള്ളയുടെ ബാക്കിൽ ഭയങ്കര മഴയായി. ഞാൻ മോളിൽ നിന്ന് രണ്ടാമത്തെ പൊന്നുമോനെ എനിക്ക് നോക്കണത് ഒന്നും കാണത്തില്ല അല്ലേ? ഇതിപ്പോ നമുക്കുണ്ടല്ലോ, ഇപ്പൊ അടിച്ചു വീഴ്ച പറയാൻ പറ്റുന്നില്ല. യോഗ ലമ്മണി പാമടക്കിക്കോ. യോഗ ലമ്മണി പാമടക്കുക കേട്ടോ. ദൈവം ചോദിക്കുന്നു എന്നോട് കേട്ടാ. ദൈവം പോയാലും വേണ്ടില്ല, കാര്യം നടക്കണം. അവിടെ ഒന്നും നടക്കുന്നില്ലേ? വീണോ? ക്യാമറയിലേക്ക് നോക്ക്. കൈ മാറ്റില്ല. ഡാടാ നീ സൂമിൽ തന്നെ നിൽക്ക്. പുള്ളി പറഞ്ഞ അടിക്കുന്നുണ്ട്. കണ്ടാ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂട്ടങ്ങൾ ബാക്കിയുള്ള കൂട്ടം കണ്ടാ.
ഇവിടെ താഴത്തേക്ക് ഉരുണ്ട് വീണിട്ടുള്ളത് ഇവിടേക്ക് നമ്മുടെ ഗോട്ട് കിടക്കണം കേട്ടാ ആ വെള്ളത്തിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ടിട്ട് ഇങ്ങനെ വീണിട്ട് അവിടെ കിടക്കുക. ഗുഡ് ഈവനിങ്. അങ്ങനെ മുരീനടിക്കാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അല്ലേ? ഉച്ചയ്ക്ക് ഊണല്ല, ഉച്ചയ്ക്ക് ഇറച്ചി അല്ലേ പാപ്പ? നല്ല കാട്ടാട്, നല്ല കാട്ടാട് കേട്ടാ. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ച് ബുള്ളിൻ്റെ അപ്പി എടുക്കുന്നുണ്ട്. ഇന്നലെ ബുള്ള് കാറ്റിലൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കൂടി നമുക്ക് നോക്കി വെക്കാം. പക്ഷെ പ്രോബ്ലം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇറച്ചി കൊണ്ടുപോകണമെങ്കിൽ തൂക്കി കൊണ്ടുപോകണം. ഇവിടുന്ന് 8 കിലോമീറ്റർ എളുപ്പമല്ല. അത് കാരണം നമുക്ക് ഉറപ്പില്ല. ഇതുവരെ അല്ലേ ഒരു വല്ലാത്തൊരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു ഇത്. പക്ഷെ ദാറ്റ് ഈസ് എ ബ്യൂട്ടി. അതിനാണല്ലോ നമ്മൾ കണ്ടെന്ന് പറഞ്ഞല്ലേ പാപ്പ? അതെ, നമ്മൾ ഇതുവരെ ഉള്ളിനടിക്കാൻ പോയിട്ടില്ല ഇവിടെ വന്നിട്ടല്ലേ. പക്ഷെ മഴയാണ്, ക്ലൈമറ്റ് ഭയങ്കര മോശം, ഭയങ്കര മഴ. നമ്മളെ ലഞ്ചാ പോണേ എടാ. ക്യാച്ച് ആൻഡ് കുക്ക്. നിങ്ങളോട് പറഞ്ഞു ചേട്ടാ ലേറ്റ് നടക്കരുത്. ഇല്ല ഞാൻ ലേറ്റ് ഉണക്കില്ലേ അതല്ല അതിന് മുമ്പില്ല. ഞാൻ കിടക്കാൻ പാടില്ല, അതല്ല ആള് താഴേക്കാണ്. ഇനി ഞാൻ കിടക്കാൻ പാടില്ല. ഇനി നിങ്ങൾ പറയാണ്ട് ഞാൻ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. പക്ഷെ പുള്ളി ഇവിടുത്തെ എന്താന്നറിയാമോ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കാം. ലൈറ്റ് കൊണ്ട് പോകണം. എന്നിട്ട് ഞാൻ ഇവിടുത്തെ എനിക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോ സർക്കസ് കൂടാൻ പോലെ ഇങ്ങനെ. നമ്മുടെ ഗോട്ടിനെ അവിടെ ശരിയാക്കുന്നുണ്ട് അപ്പുരാജ് എല്ലാവരും കൂടിയിട്ട്. നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനത്തെ സീനൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഇന്നെ അപ്പം ഒരു പൂട്ടിക്കും. ഇന്നെ പൂട്ടിക്കാൻ നടക്കണം മയിലുള്ളത്. രാജേട്ടാ അവിടെ ആടിനെ റെഡിയാക്കുന്നുണ്ട്. രാജേട്ടാ ചെത്തുകാരൻ കള്ള് മറ്റേ ചെത്തണ പോലെയാണല്ലോ സൗണ്ട് കേൾക്കണേ. കൊണ 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 കൊണ. 8 കിലോ തൂക്കമുള്ള ആടും ഒരു 500 ആൾക്കാരും നന്നാക്കാൻ. ഇതൊക്കെ നല്ല ആഫ്രിക്കയിലെ സിംഹത്തിനെയും വേണ്ടി വെച്ച് അവിടുത്തെ ആൾക്കാരനെ പണിക്ക് വിട്ട് ഇറച്ചി മുറിപ്പിച്ചേർന്ന ആളപ്പോൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് സിസ്റ്റം മാറിപ്പോയി. ഭയങ്കരമാണ് ആളുകൾ. ആ ആടിൻ്റെ അവിടേക്ക് പോയിട്ട് ആടിനെടുക്ക്. ആ വെറൈറ്റി ആയിരിക്കും. അടിച്ചിട്ടുണ്ടാ അടിച്ചിട്ടില്ല. പിന്നെ ആ ആടിനെ പറഞ്ഞതിനോട് അടിക്കായിരുന്നല്ലേ ഏട്ടാ? ആ ഡ്രോൺ കൊണ്ട് നിർത്തിയിട്ട് ഷോട്ടായിരിക്കും. പക്ഷെ ഈ ഡ്രോൺ കാണുമ്പോ ആട് പോവില്ലേ? ആട് പോവാ. അമ്മയോട് എങ്ങനെയും പോവാറിഞ്ഞിട്ട് കണ്ടേ പോവാൻ. അവിടെ നിപ്പണ്ടാ എടാ, അവിടെ നിപ്പുണ്ട് എടാ. ആടിനെ നോക്കിട്ടോ അടിച്ചാലാ നമ്മളെ കളിയാക്കിട്ട് പോയാൽ കുണ്ടി അടിച്ചിട്ട് പോയാൽ. ഒരു മിനിറ്റ്, ഇപ്പൊ എന്താ പരിപാടി ചെയ്തില്ല? അവിടെ ഡ്രോൺ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നമ്മൾ ആടിന്റെ അടുത്തേക്ക്. എന്നിട്ട് നമ്മുടെ ചേട്ടന് ഇവിടുന്ന് ഡ്രോണിൽ ഷോട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് അടിക്കട്ടാ. ഇതേ നമ്മുടെ ഡ്രോൺ ഇവിടെ നിൽക്കുന്നിട്ടാ. ഈ ഡ്രോണിനും കൊണ്ട് ആ കല്ലിന്റെ അടിയിലാണ് നമ്മുടെ അമ്മാവൻ ഇരിക്കുന്നത്. അവന്മാരവിടെ കിട്ടുന്ന കളിക്കുക. എന്റെ ഷർട്ടും എന്റെ ബാഗും ക്യാമറ ബാഗിന്റെ മുകളിലെ വെടിവെപ്പ് പഠിക്കണേ. പൊട്ടിച്ച ഡ്രോൺ ആയിരിക്കും പൊട്ടുള്ളൂ. ഒന്നുകൂടി സെൻട്രലിലേക്ക് ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടാ. ഒന്നുകൂടി സെൻട്രലിലേക്ക്, പരമാവധി സെൻട്രലിലേക്ക്. കുറച്ച് ലെഫ്റ്റിലേക്ക് നിൽക്കി, ലെഫ്റ്റിലേക്ക്. ആ ഒന്നുകൂടി മുകളിലേക്ക് പോയിക്കേ. ആ ഇപ്പൊ കറക്റ്റ് വ്യൂ ആ. ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയാൽ ഒരു തരി കൊണ്ട് ബാക്കിൽ ആയിട്ടില്ല ചേട്ടാ, ആയിട്ടില്ല ചേട്ടാ. അടിച്ചോ ഇറങ്ങണന്നെ കിട്ടിയില്ല. സാറില്ല വെക്കലോ ഗ്രൂപ്പായില്ലോ ഒത്തിരി. എന്താ ഡ്രോൺ പറപ്പിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കുടുങ്ങിയാ? അവിടെ ആണെങ്കിൽ കുടുക്കി പോയി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് സാധനം കാണാം എവിടെ ഇരിക്കണേന്ന്. ഹോം അടിക്കുന്നു പറഞ്ഞതാ. എത്ര തവണ ഹോം എന്ന് പറഞ്ഞാറില്ല നമ്മളല്ല. ഈ വേറെ പ്രശ്നമുണ്ട്. ഞാൻ ഡ്രോൺ പറപ്പിക്കാണ്ടായത് 2-3 തവണ എൻ്റെ ഡ്രോൺ ഇതുപോലെ ഒരു പ്രാവശ്യം വയനാട് വെച്ചിട്ട് ഒരു കാവുങ്ങിന്റെ മുകളിൽ കുടുങ്ങി. അന്ന് മുതൽ എനിക്ക് ഈ സാധനം മറ്റേ ഫോബിയായി. പിന്നെ ഞാൻ പറപ്പിക്കില്ല, എനിക്ക് പേടിയത്. വേറെ വ്യത്യാസമുണ്ട്. അത് കവുങ്ങാണ് സാധനം. അപ്പോഴല്ലേ രസം. പോയിട്ട് എടുത്തിട്ട് വാട്ടാ. കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു പേടിയായി. നീ ഹോം അടിച്ചിട്ടില്ലേ? ഹോം ഏറ്റവും ഈസി. ഈ എയർക്രാഫ്റ്റ് ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടെ മുകളിലേക്ക് പോന്നു, എന്നിട്ട് ഇവിടെ വന്നിറങ്ങും. ഞാനേ ഇപ്പൊ ഇറച്ചി ഫ്രഷ് ആയ കാരണമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കണേ. അതായത് ഇത് ഞാൻ ഇപ്പൊ ബ്രൗൺ ചെയ്യാൻ പോവാണ്.
അവർ ആ സമയത്ത് ഡ്രോൺ പോയിട്ട് നോക്കട്ടെ. കിട്ടുമ്പോണ്ട് സന്തോഷം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടില്ലേ. ഇനി ഞാൻ കുറച്ച് നമ്മുടെ ഉള്ളി ചേർക്കണം കേട്ടോ. കുറച്ച് ഗരം മസാല, കുറച്ച് കറി മസാല, ഇവരുടെ വളപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള തക്കാളിയുടെ ഒക്കെ വലിപ്പം നോക്കി 300 ഗ്രാം വലിപ്പമുള്ള തക്കാളി കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൺ, കുറച്ച് ഉപ്പ്. അപ്പുരാജ് കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ അതും കൂടി ഇട്ടു. ഞാൻ ഈ കറിയൊന്നും ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്, കാരണം ഇത് അടച്ചു വയ്ക്കാനുള്ള പാത്രമില്ല. വെയിറ്റ് ഒരു ഇതില്ല കേട്ടോ, സ്മെല്ലില്ല. സാധാ ആദ്യമായിട്ടോ. ഞാൻ ഈ റിവറിന്റെ സൈഡിൽ നിന്നൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആടിന് മണം ഉണ്ടാവില്ല. മറ്റേതൊരു കൊറ്റൻ മണം ഉണ്ടാവും. ഇനി ഇവിടെ ഇരുന്നിട്ട് പതുക്കെ നീറി വേവട്ടെ. നമ്മുടെ കറി ഓൾമോസ്റ്റ് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ നമ്മുടെ വാട്ടർ ക്രസ് ഇല്ലേ, നമ്മുടെ അപ്പച്ചൻ പറിച്ചിട്ടുള്ള വാട്ടർ ക്രസ്, അത് ആഡ് ചെയ്യാൻ പോവാണേ. ഇതിനുള്ളിൽ ചെറിയൊരു സ്പൈസിനെസ്സും നല്ലൊരു ഫ്ലേവറും, പിന്നെ ഇത് ഒരു ചീര പോലെ നമുക്ക് കഴിക്കാം. നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടിട്ടില്ലേ. ഇത് ഇട്ടിരിക്കട്ടെ, കുറച്ച് നന്നായിട്ട് വേവട്ടെ. ഈ മട്ടൺ വേവാൻ നല്ല സമയം എടുക്കും, നമ്മളിത് ഫ്രഷ് അടിച്ച കാരണം. അവരവിടെ ഡ്രോൺ മിസ്സായത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെടി വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് വെടി വെക്കണ സൗണ്ടൊക്കെ കേട്ടു. എന്തായാവും. നമ്മുടെ മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, റെസ്റ്റ് ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഒരു മണവും ഇല്ല കേട്ടോ. അന്ന് ഫ്രഷ് ആയിട്ട് അടിച്ച മട്ടൻ്റേതായിട്ടുള്ള യാതൊരു വികാരവും ഇതിനില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു, മഷ്റൂം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മഷ്റൂം ആക്ച്വലി ബീഫിൻ്റെ കൂട്ടത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ബീഫ് എന്താണെങ്കിലും കിട്ടിയിട്ടില്ല. മഷ്റൂം ഇനി ഇവിടെ നിന്ന് കേടാവും. പിന്നെ അതേ ഇവിടെ 2 സ്റ്റേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേക്ക് ആ പാനിന് ചൂടുണ്ടായിരുന്നില്ല, അത് കാരണം വെള്ളാമ്പിച്ചു കേട്ടോ. പക്ഷേ വെന്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം മീഡിയം ആയിട്ടുണ്ടാവും. പക്ഷെ കളർ കണ്ട പടി ശോകമാണ്. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഉണ്ട് കേട്ടോ. അതെ, നെയ്ച്ചോറ്. നെയ്യ് നല്ല ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഓയിൽ കുത്തിക്കറക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ടേബിളിൽ സെറ്റായിട്ട് ഇരിക്കുകയാണ്. Ooh, very good. Oh, good. Did you like it? Oh, yum. The rice and the goat. Yeah. Is it cooked all right? Yep. Hey? Sure. Magic. Magic, eh? Yummy. രാജേട്ടന് കൊടുക്കട്ടാ. രാജേട്ടൻ പിടിച്ചാടാ. രാജേട്ടൻ ഒരു പിടി അങ്ങോട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് റൈസ് വേണം. സമയം എടുത്തിട്ട് അല്ലല്ല, സമയം എടുത്തിട്ട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പറയാന്ന് വിചാരിക്കും. ആ മട്ടൺ എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ ഇതുവരെ കഴിച്ചാലേ വൈൽഡ് മീറ്റിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ഇല്ലല്ലോ. എപ്പോഴും ഒരു മണം, അതാണ് അതിന്റെ ഭംഗി. ഇന്ന് വൈകുന്നേരം ഇനി ഒരു ബുള്ളിനൂന് അടിക്കണം. രാജേട്ടൻ ഫുള്ള് സെറ്റപ്പിലുള്ള അടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടിരിക്കണം അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു 2 മണിക്ക് മുമ്പ് അടിക്കും. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? അടിപൊളി. നല്ലതാണോ? റൈസ് നല്ല നന്നായിട്ട് തോന്നുന്നുണ്ട്. സിമ്പിൾ കുക്കിംഗ്. ഞാനൊരു നമ്മളൊരു 3 പാക്കറ്റ് റൈസ് തീരുമാനിച്ചു. ആഫ്രിക്കക്ക് പോകുമ്പോൾ 3 പാക്കറ്റ്. അപ്പുരാജ് പാവം, നമ്മുടെ പാവം പിടിച്ച അപ്പുരാജ്. അപ്പുരാജ ഗോപ്രോ അല്ല ഡ്രോൺ പോയ സങ്കടം തീർന്നിട്ടില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ? ഒരു കാര്യമില്ല. നല്ല കാട്ടാടിനെ വെടി വെച്ചിട്ടേ നാട്ടിൽ നിന്ന് സ്റ്റേക്ക് കൊണ്ടുവന്നിട്ട് കഴിക്കുക. ഗോട്ട് കഴിക്കില്ല എന്ന് വേണ്ടാ. ഹണ്ടിന് വരുന്ന ആൾക്കാർ ഹണ്ടിന്റെ സാധനം കഴിക്കണം. പതുക്കെ ശരിയാവുന്ന ഒരു പീസ് എടുത്ത് കഴിക്കേ. പതുക്കെ ശരിയാവണെങ്കിൽ കഴിക്കണ്ടേ? പിന്നെ എന്നാ പോകും? നീ വായിൽ വെച്ചോ, ഛർദിച്ച ഞാൻ നിന്നെ ഇതാക്കാം. എന്തപ്പാ അവൻ്റെ കണ്ടാ രാജേട്ടൻ പറഞ്ഞത്. ഇത് നമ്മുടെ മന്ദാകിനി ഇരിക്കുന്നുണ്ടോ? ന്യൂസിലാൻഡിൽ മന്ദാകിനി വന്നു തുടങ്ങിയിട്ടുണ്ട്. പാപ്പ ഒരു മന്ദാകിനി എടുത്ത് വിട്ടടാ. 65% ആൽക്കഹോൾ ഓവർ പ്രൂഫാണ്. അപ്പൊ അതല്ലേ പറഞ്ഞ. അതിന് എന്തെങ്കിലും നിനക്ക് അത് മട്ടൺ ആണെന്ന് തോന്നുന്നുണ്ടോ?
ഏയ് ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന ചേട്ടാ ഫുള്ള് മന്ദാകിനി തീർന്നു, ഒരു തരി ബാക്കിയുള്ള. നമ്മൾ എടുത്തിട്ട് നല്ല അടർച്ചി. മന്ദാകിനി അടർച്ചി. മന്ദാകിനിയുടെ പ്രൈഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഇവിടെ ന്യൂസിലാൻഡിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ സിപ്പ് എടുത്തു. ഓൾറെഡി ഫിറ്റ് ആയിട്ട് ഇരിക്കണ കേട്ടോ. ഇനി എന്ത് സോഡ മിക്സ് ചെയ്താലും എന്തോ മിക്സ് ചെയ്താലും ആ ടേസ്റ്റ് മാറുന്നില്ല. 65% ആൽക്കോഹോൾ കേട്ടോ. അയ്യോ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. Look at this. I made some nice salad. Oh, yeah. Some lime juice. നമ്മൾ ഈ അടുത്തെടുക്കുമ്പോഴാണ് ഈ അടുത്ത് നമ്മൾ വിളിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ പറയാം. എവിടെ ഇഞ്ചി വെളുത്തുള്ളി നീ കൊണ്ടുവന്നാ? വെറും നമ്മളല്ല പോത്തിനൊക്കെ മേഡ് ഫ്ലേവർ, നാച്ചുറൽ ഫ്ലേവർ. അന്ന് രാത്രി അടിക്കുന്നുണ്ടെങ്കിൽ രാത്രിയില് ഇരുട്ടത്ത് വീട്ടിൽ എടുക്കട്ടാ. ഡിന്നർ കഴിഞ്ഞു, നീ ഇരുട്ടത്ത് വീഡിയോ. നമ്മൾ ഇരുട്ടത്ത് പുലർച്ചെ എഴുന്നേറ്റിട്ട് തെറമല് വെച്ചിട്ട് നോക്കട്ടോ, വല്ല പുള്ളിനെ ഇവിടെ കാണുന്നുണ്ടോ. വലിയ പാച്ച് See hills, we can't. You can't see them up in here. Nothing. Just miss it. They were Too close. Yeah, you would have to do a standing shot too from where we were. No, because we can see only the bump. You know, the calf is facing towards us, but Yeah. all the big cows and bulls. എല്ലാം ഉണ്ടോ? ഞങ്ങള് പോയില്ല. ദേ നമ്മുടെ ഇന്നലെ പോയ ഡ്രോണ് ദേ ഇന്ന് അവന്മാര് ആ ക്ലിഫിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടാ. ഇന്ന് നമ്മുടെ ക്രിസപ്പച്ചനും ഫുൾ ടീം എല്ലാവരും കൂടിയിട്ട് മുകളിലേക്ക് കയറി ഭയങ്കര സാഹസമായ യാത്രയായിരുന്നു. ഞാനിവിടുന്ന് അവരെന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പച്ചൻ്റെ തൊപ്പിൻ്റെ ഇടയിൽ കൂടെ കാണണ്ടായിരുന്നു. പോയും താഴെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ റൂമെല്ലാം ക്ലീൻ ആക്കിയായിരുന്നു. യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ നിൽക്കണ ആടുങ്ങളില്ലേ, അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കാന്ന് പറഞ്ഞു അപ്പച്ചൻ. ഒരു 5-6 ആഴ്ചയായിട്ട് അപ്പച്ചൻ്റെ നായ അവിടെ പെട്ടു. എന്നിട്ട് അപ്പച്ചൻ കയറ് കെട്ടിയിട്ട് ഇറങ്ങി. നമ്മുടെ അപ്പച്ചൻ ഇവറ്റങ്ങൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചാവുന്നൊക്കെ പറയണേ. എന്തെങ്കിലും പറ്റേ ഡ്രോൺ കിട്ടിയില്ല കേട്ടാ. ഫുട്ടേജ് എല്ലാം കിട്ടുള്ളൂ. ഫൂട്ടേജ്, അതെ ഫൂട്ടേജ് കിട്ടുമല്ലോ. എൻ്റെ ഗായ്സ്, നമ്മുടെ ഇന്നലെ ഡ്രോൺ നമ്മുടെ പോയിട്ട് ഞങ്ങളിന്ന് രാവിലെ ക്രിസ്തപ്പച്ചനും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടി ഇതേ തപ്പി. എന്റെ മോനെ മോനും നമ്മുടെ ക്രിസ്തപ്പച്ചനും. ഓ finally we got the drone. He found it. Yeah. Thank you my bro. You are genius. Thank you so much Chris. Oh brave. I can't go there without a rope. My god. ഞങ്ങളുടെ അവസാനത്തെ ഇവിടം വരെ എത്തിയതേ. അയ്യോ മിഷൻ ഡ്രോൺ. But you think with the binoculars you would have seen that? Nah, because that go a little bit inside. Yeah. But yeah, we can see only on the edge. The branch is also same color, you know, the white one. Yeah. നമ്മുടെ ഡ്രോൺ ഹണ്ടിങ്
Drone hunting. ഡ്രോൺ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. I have to call him the drone. ഡ്രോൺ. His name is Drone. Yeah, we can change his name to Drone. ദേ നമ്മൾ ഡ്രോണുമായിട്ട് ദേ ഡ്രോൺ കിട്ടി. ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കിട്ടാതെ. പക്ഷെ ഇന്നത്തെ തീരുമാനം അപ്പച്ചനാ വന്നത്. പോ നമുക്ക് നോക്കാം. അതെ അതെ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച ഡ്രോൺ പോട്ടെന്ന് വെച്ചതാ. അവസാനം ലാസ്റ്റ് നമ്മുടെ കവർ ചെയ്തിട്ട് ആൾക്കാര് എന്താ ബഹളം നോക്ക്. എടാ കയറുമ്പോ കെട്ടി ഇറക്കണേ. ആരെടുത്തേ? ക്രിസ്, you found it? Kobe found it. Yeah. Where's Kobe? He's there. Yeah, Kobe found it. പുണ്യടേ ഈ പുള്ളിയുടെ മനതേ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരുടെ? Hanging. ക്രിസപ്പറ്റി ഞാൻ ഇതിന് മുകളിൽ ഫിറ്റ്നസ് ആണ് എല്ലാത്തിനും കാരണം കേട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസ് എവറിത്തിങ്. ഞെട്ടി കൊക്കയിലേക്ക് ഉണ്ടല്ലോ റോപ്പിട്ട് വരാൻ പറഞ്ഞു. കൊക്കയിലേക്ക് നിൽക്കുന്ന മരം, കൊക്കയിലേക്ക് നിൽക്കുന്ന മരത്തെ കൂടെ പുള്ളി നടന്നു പോയിട്ട് എടുത്ത് ഞങ്ങൾ എല്ലാരും പറഞ്ഞു എന്റെ കാലെ കൂടെ മറ്റേ ചൂട് കയറി പോയി പോകുന്നുണ്ട്. ഞാൻ ചേട്ടനെ വിളിച്ചെന്നറിയാമോ? അവര് ഈ പുള്ളി കേറി പോണത് ഈ കൊക്കയെ കൂടെ ഒരു അടി പുറച്ചോ താഴെ വീഴാ. ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന് ഞാനതാ ചേട്ടനെ വിളിച്ചത്. അവൻ താഴെ നിന്ന് വീഡിയോ എടുത്തോണ്ട് എന്നോട് ഞാൻ പേടിച്ചു പോയി. ചേട്ടാ ഞാൻ പുള്ളിയോട് ബെഗ് ചെയ്തു പോലെ റോപ്പ് എടുക്കാം. റോപ്പ് കയ്യിലുണ്ട്. റോപ്പ് ടൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുഴപ്പമില്ലല്ലോ. പുള്ളിയൊരു റോപ്പ് വേണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ ചവിട്ടി നോക്കി മരത്തിൽ. എന്നിട്ട് ആ മരത്തിൽ കൂടെ നടന്നു പോയിട്ട് താഴെ കൊക്ക കൈകൊണ്ടും എടുത്തു. രാജേട്ടാ നമ്മള് സ്പോട്ട് ചെയ്ത സ്ഥലമുണ്ടല്ലോ കറക്റ്റ് അപ്പച്ച നിക്കണത് കറക്റ്റ് അവിടെ തന്നെ. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇറച്ചി ഫിറ്റ്നസ് എന്ന് പറഞ്ഞു ഈ പണ്ടാര ഡ്രോൺ ആണ് എല്ലാം ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ച് നല്ല ഫുട്ടേജ് ഉണ്ട്. സന്തോഷം ചേട്ടൻ കാരണം ഞാൻ കാരണം ഞാൻ നല്ല രണ്ട് ഫുട്ടേജ് എടുക്കാം. വെടിവെക്കാൻ പോവാണോ? ആ അവിടെ എല്ലാത്തിനും അടിക്കാൻ പോവാ. ഇവർക്ക് പുള്ളിക്ക് ഫുഡേ പുള്ളി കൂട്ട് മാത്രമല്ല കഴിക്കുള്ളൂ. ആര് എവിടെന്നാ അടിക്കണേ അപ്പൊ? ആ എന്നാ ഞാൻ ഉണ്ട് കേട്ടാ, നമുക്ക് ഷൂട്ട് ചെയ്യാം. Which one you shooting first? Black and white? Okay. ഇന്നലെ കണ്ട ആടില്ലേ, ആടുകൾ തന്നെ മുഴുവൻ അടിച്ചിടാൻ പോട്ടെ. Yeah, you can shoot now. Oh! You got him? No? പാപ്പന്തേ താഴെ പോയി ഇരുന്നിട്ട് നമ്മുടെ ആടുകൾ തന്നെ അടിക്കാട്ടെ. ഒരു 4-5 ഉണ്ട്. ഏനടിക്കണേ? ഗ്രൂപ്പാണോടാ? ആ ഗ്രൂപ്പിലടിക്ക്. ആ അടിച്ചോ. Oh, you got him? Yeah. Yes. You got the white one? No. Yeah, got him, boy. Oh, shit. Good one, Papa. You got him. Go for that. That black. Good shot. The white one too. ആ വൈറ്റ് നീ അടിച്ച വൈറ്റിനും He hit it. He hit the white one as well. ബോഫ്. Look, it's going to come down too. ആ വെള്ളക്ക് കിട്ടിണ്ടാ. ഒരു വെടിക്ക് 2 കക്ഷി എന്ന് പറഞ്ഞ പോലെ ഒറ്റ വെടിക്ക് 2 ആടിനെ വീഴ്ത്തിട്ട പാപ്പൻ. മറ്റേ ഉള്ളിൽ കൂടെ കേറിയിട്ടേ ഇതിന്റെ മേല് കൊണ്ടുപോകും. അതുണ്ടായേ. Oh, you got him. Good shot, Papa. അയ്യോ. Coming. No. Fuck, good shot, Papa. Fuck. He's coming. Shit. പാപ്പ നീ റെക്കോർഡ് തിരുത്തിട്ടാ. ഇവിടെയുള്ളമാർക്ക് പോലെ അടിക്കാൻ പറ്റത്തില്ല, നീ അടിച്ചിട്ടു. അത് ഒറ്റ അടിക്ക് 2 കക്ഷി. ഒറ്റ അടിക്ക് 2 കക്ഷി പാപ്പ. ഉരുളൂറി വീണ വെള്ള. ഗുഡ് ഷോട്ട് പാപ്പൻ. ഈ കോറും പാപ്പ അത് പൊളിച്ചോട്ടാ. മൂരെ കിട്ടിയില്ലെങ്കിൽ എന്താ? അത് പൊളിച്ചു പാപ്പ. ഇവരെല്ലാരും വേണ്ടി ഹയറിലേക്ക് വേണ്ടി വയ്ക്കാൻ പാടാന്ന്. ഇവരെല്ലാരും വേണ്ടി വെച്ചിട്ട് കിട്ടിയില്ല. You got him. In the shoulder. Yeah, you got him. ഉണ്ട്. It's going to fall over. ഒരു മിനിറ്റ് അമ്മ ഈ ക്യാമറയില് Take. Shoot. Yeah. Oh. It will fall down. Come on. Hey, coming.
got it. Then, and finish it that. Finish it. മുള്ളില്ലാത്താണ് ഭംഗിയത്. ഇന്ന് തന്നെ ബ്യൂട്ടിഫുൾ കണ്ടില്ലേ? നല്ല ക്ലിയർ ആയിട്ടെല്ലാം കിട്ടും. അടി ഇടി വെട്ടി പോകാം. സന്തോഷമായി, കുഴപ്പമില്ല. ഒരു ലോഡ് സാപം ഒരു ലോഡ് ഇതൊന്നും കാണിക്കാൻ പറ്റാത്ത കാരണമാണ് ഈ ചെടിയുടെ ഇടയിൽ വെച്ചിട്ട് കാണിക്കുന്നേട്ടാ. ഇറച്ചി വെട്ടണത് കാണാൻ പറ്റുന്നില്ല, മീൻ മുറിക്കണത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണവർക്ക് ഇതേ ആ കുഞ്ഞെ കൊച്ചവിടെ ഒന്നും നിൽക്കണേണ്ട. ഇതൊക്കെ നമ്മൾ തിന്നണ തന്നെയാണ് കേട്ടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് കരുതുക. പിള്ളേർ ഇതൊക്കെ ഒന്ന് കണ്ടു വലുതാവട്ടെ. ഒരു വെടിക്ക് 2 പക്ഷി വീണ ആടാട്ടെ ഈ കിടക്കണം. അതിൻ്റെ ആദ്യത്തെ വെടി വയറിൻ്റെ ഉള്ളിൽ കൂടെ പോയേ. ആദ്യത്തെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതിൻ്റെ ഒരു വെടിക്ക് 2 പക്ഷി വെടി വെച്ചിട്ടുള്ള പാപ്പ മാത്രമല്ലോട്ടോ പാപ്പ കേരളത്തിലെ. ആ റെക്കോർഡ് നിനക്ക് കിട്ടി. ദേ നമ്മുടെ ക്രിസ്തപ്പച്ചൻ, ഞാൻ അവിടുന്ന് വീട്ടിലായിരുന്നു. ദേ ഈ നിൽക്കണ മരം കാണാണ്ട നിങ്ങൾക്ക്. ഞാൻ ഇതിനൊന്ന് ചെറുതായിട്ട് സൂം ചെയ്യാട്ടാ. ഇത് ഈ മരം നിൽക്കണുണ്ട് ഇടത്തെ സൈഡിലൊരു കുറ്റിമരം. വലുതല്ല, കുറ്റി. ആ കുറ്റിയുടെ മുകളിൽ നടന്നു വന്നിട്ടാണ് അബ്രാജിൻ്റെ ഡ്രോൺ എടുത്തതെന്ന്. ആടിൻ്റെ വാര്യല് മുതൽ എല്ലാ ഭാഗവും ഒടിഞ്ഞ് പരിപ്പ. നമുക്ക് ബുള്ള് കിട്ടിയിട്ടില്ലെങ്കിലും ഇതേ അപ്പച്ചൻ 2 ബുള്ളിനെ അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഓക്ലാൻഡിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇന്നാളിത് ഇങ്ങനെ ഒരു സീൻ കാട്ടിയാണ് നമ്മുടെ വീഡിയോമാർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത് അല്ലെങ്കിൽ ഡീമോണിറ്റൈസ് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾക്ക് കാണിച്ചു തരണം നല്ല ആഗ്രഹമുണ്ട്. നല്ല 2 വലിയ ബുള്ള് ആ ഫ്രിഡ്ജിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഷാഡോ പോലെ ഒരു ഫ്രിഡ്ജ് നിറച്ച് കഴിഞ്ഞവണ്ണം കട്ട് ചെയ്തില്ലേ കണ്ടാ, നിറച്ചാണ് ഇതിനകത്ത് കേട്ടാ ബുള്ള് കിടക്കണത്. ആൻഡ് ഐ ആം വെരി സോറി ബട്ട് യാ. മൂരി മുറിക്കണ സമയത്ത് നല്ല നാടൻ മാറ്റുണ്ട് കേട്ടാ. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി വന്നാ നാടൻ മാറ്റ്. ഇരിക്കട്ടെ അല്ലടാ. എല്ലാവർക്കും ക്യാമറ എടുത്തു കൊടുക്കാനും ഡ്രോൺ കളയാനും സാധനങ്ങളൊക്കെ വെച്ച് തരാനും ഞങ്ങളുടെ ഉത്തമ ശിഷ്യൻ ലിനോ ഉണ്ട് കേട്ടാ. ഗ്രേറ്റ്. നോക്കിയാൽ ഇന്നലെ നടക്കണതിൻ്റെ ഇടയിൽ കാല് വരെ ഒടിഞ്ഞ് പാവം ഞങ്ങളുടെ കൂട്ടത്തിൽ സാക്രിഫൈസ് ചെയ്തു. ഇവന്റെ കഥ നിങ്ങൾ കേൾക്കാതെ പോകരുതേ. ഈ ഖണ്ഡിക്കുണ്ടല്ലോ, എനിക്ക് സങ്കടം ഈ ഖണ്ഡി ഈ നാടക സുഖവാസമായി പോയി. സുഖവാസം കാരണം എങ്ങോട്ടും കയറേണ്ടി വന്നില്ല. പക്ഷെ ഡ്രോൺ പോയി എന്ന് പറഞ്ഞപ്പോ മല കയറി. നീര് പോയി. നീര് അത് വേദന അറിയാത്തതാ. മറ്റുള്ള വേദനകൾ ശരീരത്തിലുള്ള കാരണം. സന്തോഷം കൊണ്ടാണെങ്കിൽ നീരും പോയി. You are the man, man. Thank you. Cheers. അപ്പച്ചൻ വന്നിട്ടാ. To the treat, and then we can want some out. Yeah. The fight. Me too. Me too. And I'll tell you why. When I was just real young, my mum went to get us ready for school, and she didn't have any underpants for me, so she made me wear my sister's underpants. And when I was at school, I was so scared that someone would see that I had my sister's underpants, and and I yelled and screamed, and I didn't want to wear them. Yeah. But my mum made me. Yeah. And from that day, I never fucking wore underpants. Your stories has been captured. Yeah. Hey, you know what? Yeah. No wonder you're not falling from the tree. Must be balancing it. Yeah, that's why my nuts hang down here. Couple of beers, your funny stories comes. Handes are like that. Like you, because you guys are sick. Okay, never try. viral me too. Okay, now. The cows and calf. We can. One more case. So that was a beautiful hunting. Thank you very much. Best one. Beautiful. Cheers. Nothing ends here. Everything starts here. Cheers. Wow, this is really nice. And that's the gold curry, straight from the white. Yeah. And a beautiful Mayabali rice. Oh, That that must be a bit of a surprise to you to see them eating like you do. ചേട്ടാ ഓൾ ടുഗദർ നമ്മുടെ ഹണ്ട് അവസാനിച്ചു. 2 വാക്ക് ഹണ്ടിനെ കുറിച്ച്. 5 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 3 ദിവസം
വെതറാണ് നമ്മളെന്ന് പറ്റിച്ച് കളഞ്ഞത്. കാരണം നടക്കാനും പറ്റില്ല, അതുപോലത്തെ ടെറൈനായിരുന്നു. പക്ഷേ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, ആട്, വൈൽഡ്, ബുള്ള്, പിന്നെ അങ്ങനെ എല്ലാ സാധനം, മാന്, എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ബുള്ളിനെ വെടിയിക്കാൻ കിട്ടിയില്ല, അങ്ങനെ ഒരു സങ്കടമുള്ളൂ. പക്ഷെ നൈസ് ടെറൈൻ. പാങ്ങിന് കിട്ടിയായിരുന്നു, സാധനം കിട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഏകദേശം 500 കിലോകളുള്ള സാധനമുണ്ട്. പക്ഷെ അത് മുകളിലേക്ക് കൊണ്ടിൽ കിടക്കില്ല. ഇനി വരുമ്പോൾ പൂശാം. കാരണം എപ്പോഴും നമ്മൾ അങ്ങനെ നോക്കുള്ളൂ. ആ ലൊക്കേഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വിട്ടുകളയും. കാരണം അത് അവിടെ തന്നെ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പിടിക്കാം അല്ലേ. ബ്യൂട്ടിഫുൾ. നമ്മുടെ 5 ദിവസത്തെ ഭക്ഷണം എല്ലാം മൊത്തം ടോട്ടൽ ഇവിടുത്തെ ഒക്കെ അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നമുക്ക് പാടില്ല, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. റിയലി എൻജോയ് ഇറ്റ്. നോ പ്രോബ്ലം. അടിപൊളി. ഇനി നിങ്ങളുടെ ആഫ്രിക്കൻ ട്രിപ്പിന് അല്ലേ ആർക്കെങ്കിലും കീനാണെന്ന് വെച്ചെങ്കിൽ ഇതേ നമ്മുടെ ആഫ്രിക്കൻ ട്രിപ്പിന്റെ മെയിൻ ആള് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആന, കുതിര, ഒട്ടക, ആന, മയിലൊട്ടകോ. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അതുപോലെ മൃഗങ്ങളുള്ള 120 വെറൈറ്റി മൃഗങ്ങളുണ്ട്. ഏതിനു വേണമെങ്കിൽ നമുക്ക് വെടിവെക്കാൻ ലീഗലി. അത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പിന്നെ അങ്ങനെ ഒരു രസമാണുള്ളത്. കം ആൻഡ് ഹണ്ട് വിത്ത് us. ചേട്ടാ വൺസ് അഗൈൻ താങ്ക് യു. ചേട്ടൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് ഞാനും ആദ്യമായിട്ടാണ് ചേട്ടൻ്റെ കൂട്ടത്തിൽ പാപ്പനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ലവ്ലി, താങ്ക് യു, ബ്യൂട്ടിഫുൾ. നമ്മള് ഇനി ആഫ്രിക്കയിലാണ് നമ്മള് കളികള്. നാളെ നമ്മൾ പോകും സൗത്ത് ആഫ്രിക്കയിലെ. നമ്മളിവിടെ ഒരു 8 ഹണ്ടേഴ്സ്, എല്ലാവരും ബിഗിനേഴ്സ് ആണ്, നമ്മളിവിടെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ നമ്മൾ വെടിവെപ്പിക്കും അല്ലേ രാജാ? എല്ലാവരും കൂടെ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വെടിവെപ്പിക്കും. പിന്നെ ഗംഭീര പരിപാടികളാണ്. പൊളി. അപ്പം നമ്മളെ ബന്ധപ്പെടുക, നമുക്ക് ഒരുമിച്ച് പോകാം ആഫ്രിക്കയിൽ അല്ലേടേ. ഇന്നലത്തെ നിന്റെ മറ്റേ ആ ഗോട്ടിനെ അടിച്ച് 2 ഷോട്ട് പൊളിയായിരുന്നു കേട്ടാ. വെള്ളക്കാര് പോലും നാണിച്ചു പോയി. നീ മുകളിലേക്ക് അടിക്കാൻ മിടുക്കനാണെന്നാണ് ആ പുള്ളി പറഞ്ഞത്. കാരണം മുകളിലേക്ക് അടിക്കുമ്പോ എല്ലാവർക്കും വളയുത്രേ ഇല്ല, അങ്ങനല്ലേ പറഞ്ഞ? ഉയരത്തിലേക്ക് അടിക്കുമ്പോ വെടിവെക്കണ സമയത്ത് അല്ല, ശരിക്കും അങ്ങനെയല്ലേ അല്ല ചേട്ടാ, രാജേട്ടാ അല്ലേ? കാരണം അതിന്റെ എലിവേഷൻ കറക്റ്റ് ആവണില്ല. എലിവേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. അത് നിനക്ക് കറക്റ്റ് അറിയാം. അതാണ്. അപ്പരാജനെ അറിയാം? അപ്പരാജെ മുകളിലേക്ക് ചെല്ലുമ്പോ എലിവേഷൻ കഴിക്കാൻ എലിവേഷൻ കഴിക്കാനല്ലേ? സൂപ്പർ ഹണ്ടിങ് ആയിരുന്നു. എന്തായാലും നമ്മളെല്ലാരും കൂടെ കൂടി പോയി രസമായിരുന്നു അല്ലേ. അതുകൊണ്ടാണെങ്കിൽ പോകുന്ന വഴിക്കാണ് കാര്യം വിളിക്കുക, അത് വിഷയമില്ല. ഒരു റെസ്റ്റ് എടുത്തപ്പോ മാറി. എന്തായാലും ഇന്ന് റെസ്റ്റ് കിട്ടി. ഇന്ന് നാളെ തന്നെ വീണ്ടും ഹണ്ടിങ്. പിന്നെ നിന്റെ ഡ്രോണും തിരിച്ചു കിട്ടി. അതാണ് ദൈവത്തിനോടും അപ്പച്ചനോടും നന്ദി പറയുന്നത്. അയ്യോ, നിന്റെ ഈ ചിരി ഉണ്ടല്ലോ മില്ലറ്റ്. കുറെ പെൺകുട്ടികൾ നിനക്ക് മെസ്സേജ് കിട്ടുന്നു കേട്ടോ. നീ ഇപ്പോഴും സിംഗിൾ തന്നെയാന്നല്ലേ പറയാൻ ഉദ്ദേശിക്കണേ? കണ്ടിങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പുരാ ശരിക്കും ഒരു കുടുംബസ്ഥയെ മാറി. കാരണം വരാൻ നടക്കാൻ പറ്റിയില്ല. അപ്പുരാ ശരിക്കും സുഖവാസം. നല്ല മഴ, അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. അതായത് ഇപ്പൊ ഹണ്ടിങ്ങിന്റെ ഒരു ത്രില്ലിന് പുറമെ നമുക്കൊരു റോളർ കോസ്റ്റർ ഇമോഷൻസ് എന്ന് പറയില്ലേ. നമ്മൾ വന്ന് വെതർ ചതിച്ചു, എന്നിട്ട് നമുക്ക് പോകാൻ പറ്റാണ്ട് നമ്മള് 8 കിലോമീറ്ററോളം നടന്നു പോയി 4-4.5 മണിക്കൂർ എടുത്തിട്ട് ഫുഡില്ലാതെ എന്നിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇറച്ചി ചവിട്ട് കൂട്ടി കഴിച്ച് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിക്കവറിക്ക് മറ്റേ ക്രിസപ്പച്ചൻ വന്നു. അതിനിടയ്ക്ക് ഡ്രോൺ പോയി. എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. അൺബിലീവബിൾ 4 days. അപ്പൊ ഞാൻ ഇനി കൂടുതലൊന്നും പറയണില്ല. നിങ്ങൾ ഹണ്ട് മൊത്തം കണ്ടിട്ടുണ്ടാവും. വലിയ വീഡിയോ ആയിരുന്നു, ബട്ട് ബ്യൂട്ടിഫുൾ. നമ്മള് ഫോട്ടോ ഒക്കെ നിൽക്കണ പോലെ ഉണ്ട് കേട്ടാ. അപ്പൊ അടിപൊളി. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ ആഫ്രിക്കൻ ട്രിപ്പ്. ഫസ്റ്റ് ഒഫീഷ്യൽ ട്രിപ്പ് അല്ലേ? അപ്പൊ അടിപൊളി. ന്യൂസിലാൻഡിൽ നിന്ന് തുടങ്ങുന്നു, ആഫ്രിക്കയിൽ തീരുന്നില്ല. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ.